തിയേറ്ററിലേക്ക് റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിട്ടുള്ള ഫാഫയുടെ ചിത്രമായിരുന്നു ആവേശം എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിലെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു അമ്പാർ എന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് സജിൻ ഗോപു ആയിരുന്നു. സജിൻ ഗോപു നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. പൈങ്കിളി എന്നാണ് ചിത്രത്തിന് പേര് നൽകിയിട്ടുള്ളത്. ചിത്രത്തിൽ അനശ്വര രാജനാണ് നായിക എത്തുന്നത്. അടുത്ത വർഷം ഫെബ്രുവരി 14 ചിത്രം തിയേറ്ററിലേക്ക് റിലീസ് എത്തുകയെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് ജിത്തു മാധവ് തന്നെയാണ്. ദളപതി വിജയ് നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ്. അദ്ദേഹത്തിന് 69ാം ചിത്രം. എച്ച് വിനോദാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിന് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഈ വരുന്ന ഡിസംബർ 31 പുറത്തിറങ്ങുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിൽ ഒരു ഫൈറ്റ് രംഗത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 80 പേരോളം വരുന്ന ഒരു ഫൈറ്റ് രംഗത്തിന്റെ ഷൂട്ടാണ് നടന്നുള്ള അപ്ഡേറ്റുകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങുന്നത്. മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ മമ്മൂക്കയും ലാലേട്ടനും കുഞ്ചാക്കോബനും ഫഹദും ഒക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിനെതിരായിട്ട് ഒഫീഷ്യലി പേരൊന്നും നൽകിയിട്ടില്ല. ഈ ഒരു ചിത്രത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ലാലേട്ടന് ഒരു ഗസ്റ്റ് റോൾ അല്ലെങ്കിൽ ഒരു ക്യാമിയോ റോൾ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ്. മുഴുനീളം ഒരു റോൾ തന്നെ ആയിരിക്കും ലാലേട്ടനും ഫഹദിനും അല്ലെങ്കിൽ ചാക്കോച്ചനൊക്കെ ഉണ്ടായിരിക്കുക എന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തെ സംവിധാനമായിട്ടുള്ള മഹേഷ് നാരായണൻ ഒരു തമിഴ് ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നുണ്ടെന്നും അതിൽ കമലഹാസൻ നായകനായി വരുമെന്നും ചിത്രത്തിന്റെ വർക്ക് ഇപ്പോൾ നടക്കുകയാണെന്നൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. പൃഥ്വിരാജിന്റേതായി ഇനി വരാനിരിക്കുന്ന സിനിമകൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു ചിത്രം തന്നെയാണ് വിലായത്ത് ബുദ്ധ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൽ നിന്ന് പൃഥ്വിരാജ് ഒരു വലിയ ഗ്യാപ്പ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിലൂടെ റീജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഈ ഡിസംബർ 15 മറയൂരിൽ വെച്ച് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിലോട്ട് റീജോയിൻ ചെയ്യുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രം അടുത്ത വർഷമായിരിക്കും തിയേറ്ററിലേക്ക് റിലീസിനെത്തുമെന്നും ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. ദുൽഖർ നായകനെ നവാസ് ഹിദായത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ആരംഭിക്കുന്നത്. ഈ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പ്രൊഡ്യൂസർ ദുൽഖർ ആണ്. കൂടാതെ തന്നെ കോ പ്രൊഡ്യൂസർ ആയിട്ട് കൽക്കി ചിത്രത്തിന്റെ ഒക്കെ പ്രൊഡ്യൂസറും കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിന് വലിയ രീതിയിലുള്ള ടെക്നീഷ്യൻസിനെ ഒക്കെ വെച്ചും കൂടാതെ തന്നെ ഈ ഒരു ചിത്രം ഒരു വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒരു ചിത്രമായിരിക്കും എന്നൊക്കെ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ബ്രഹ്മയുഗം കൂടാതെ തന്നെ ഭൂതകാലം പോലുള്ള കിടില ഹൊറർ ചിത്രങ്ങളുടെ സംവിധാനമായിട്ടുള്ള രാഹുൽ ഏറ്റവും പുതിയ സംവിധാനം ചെയ്യാൻ പോകുന്നത് പ്രണവ് മോഹൻലാലിന് വേണ്ടി ഒരു ചിത്രമായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇതൊരു ഹൊറർ ചിത്രമായിരിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം ജനുവരി എൻഡ് അല്ലെങ്കിൽ ഫെബ്രുവരി മാസം മുതൽ ആരംഭിക്കുമെന്നും കൺഫേം ആക്കിയിട്ടുണ്ട്. കൊച്ചിയിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുക. ഏകദേശം 40 ദിവസം കൊണ്ടാണ് ചിത്രം കംപ്ലീറ്റ് ചെയ്യാൻ ചിത്രത്തിന്റെ ടീം പ്ലാൻ ചെയ്യുന്നത്. കാർത്തിയുടെ കരിയറിലെ തന്നെ ആദ്യത്തെ 100 കോടി ചിത്രമായിരുന്നു ലോകേഷ് സംവിധാനം ചെയ്തിട്ടുള്ള കൈദി എന്ന ചിത്രം. ലോകേഷ് എന്ന സംവിധായകനെ ഇത്രയും വലിയ രീതിയിൽ ഉയർത്തിയ ഒരു ചിത്രവും കൂടിയായിരുന്നു കൈദി എന്ന ചിത്രം. കൈദി ചിത്രത്തിന്റെ 2ാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം മുതലാണ് ആരംഭിക്കുന്നത്. ലിയോ ആയാലും വിക്രം ആയാലും മാസ്റ്റർ ആയാലും ഈ ഒരു ചിത്രങ്ങളിലൊക്കെ ഗാനങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള അനിരുദ്ധ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ട് തന്നെയായിരുന്നു കൈദി ചിത്രത്തിന്റെ 2ാം ഭാഗത്തിനും ഗാനങ്ങൾ തയ്യാറാക്കുന്നത് അനിരുദ്ധ് ആണോ എന്ന്, സാം സിഎസിനെ മാറ്റിയോ എന്ന്. പക്ഷേ സാം സിഎസ് തന്നെയായിരിക്കും കൈദിയുടെ 2ാം ഭാഗത്തിലും 1ാം ഭാഗത്തിലെ പോലെ തന്നെ 2ാം ഭാഗത്തിലും ഗാനങ്ങൾ തയ്യാറാക്കുന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ലാലേട്ടൻ നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന മോസ്റ്റ് അവൈറ്റിംഗ് ഹൈബ്രിഡ് ചിത്രം തന്നെയാണ് എമ്പുരാൻ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. സൂര്യ നായകനെ വലിയൊരു ഹൈപ്പിൽ തന്നെ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു കങ്കുവ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിനായി കുറെ ആൾക്കാരായിരുന്നു കാത്തിരുന്നിട്ടുള്ളത്. ഇതിന് മുമ്പേ തന്നെ ചിത്രത്തിന്റെ HD പ്രിന്റ് ലീക്കായി തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT റിലീസിനായി എല്ലാ ഭാഷയിലുള്ള OTT റിലീസിനായി കുറെ ആൾക്കാരായിരുന്നു കാത്തിരുന്നിട്ടുള്ളത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT റിലീസ് ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഈ വരുന്ന ഡിസംബർ 8 നടക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. നാളെ രാത്രി 12 മണി മുതൽ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള OTT റിലീസ് നടക്കുന്നതാണ്. സിംപ്ലി സൗത്ത് എന്ന ആപ്പിലൂടെ ഉൾപ്പെടെയാണ് ചിത്രത്തിന്റെ OTT റിലീസ് നാളെ നടക്കാൻ പോകുന്നത്. ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ചിത്രത്തിന് ഒരു ആവറേജ് റെസ്പോൺസ് ഒക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ചിത്രത്തിന് വലിയ കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കാതെ തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരു സൂര്യ ചിത്രം കൂടിയായിരുന്നു. അല്ലു അർജുൻ നായകന് ഇന്നലെയായിരുന്നു പുഷ്പയുടെ 2ാം ഭാഗം തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ ഡീസന്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ വർഷം റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ വലിയ ഒരു ഓപ്പണിംഗ് നേടിയിട്ടുള്ളത് മമ്മൂക്കയുടെ ടർബോ എന്ന ചിത്രമായിരുന്നു. ആ ഒരു ചിത്രത്തിന്റെ റെക്കോർഡ് ഇപ്പോൾ പുഷ്പയുടെ 2ാം ഭാഗം തകർത്ത് 6,35,00,000 രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ്. 6,15,00,000 രൂപ എങ്ങാണ്ടായിരുന്നു ടർബോ ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. ഹിന്ദിയിൽ എടുത്ത് പറയുകയാണെങ്കിലും 72 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടി അവിടെയും റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ജവാൻ ചിത്രമായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയിട്ടുള്ളത് 65 കോടി രൂപ. ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷനിലും പുഷ്പയുടെ 2ാം ഭാഗം 1ാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ്. 294 കോടി രൂപയാണ് ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യൽ പോസ്റ്റർ വഴി റിലീസിനെത്തിയിട്ടുള്ളത്. ചിത്രം ഫസ്റ്റ് ഡേ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വലിയൊരു റെക്കോർഡ് തന്നെയാണ് അല്ലു അർജുന്റെ പുഷ്പ ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. അല്ലു അർജുന്റെ കരിയറിലെ തന്നെ ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് ചിത്രവും ഇപ്പോൾ പുഷ്പയുടെ 2ാം ഭാഗമായി മാറിയിരിക്കുകയാണ്.